നമ്മളെപ്പോഴെങ്കിലും കണ്ണാടിയിൽ നോക്കുമ്പോൾ ഓർക്കാറുണ്ടോ? മനുഷ്യചരിത്രത്തിന്റെ ഭൂരിഭാഗം കാലഘട്ടത്തിലും സ്വന്തം മുഖം കാണാൻ മനുഷ്യർക്ക് മാർഗങ്ങളൊന്നുമില്ലായിരുന്നു. ആദ്യകാലത്ത് കണ്ണാടി ജലാശയങ്ങളായിരുന്നു. പുഴകളിലും തടാകങ്ങളിലും കുളങ്ങളിലുമൊക്കെയാണ് മനുഷ്യർ ആദ്യമായി സ്വന്തം മുഖം കണ്ടത്. വെള്ളത്തിലുണ്ടാകുന്ന ഒരു ചെറിയ ഓളം മതിയല്ലോ ആ ചിത്രം മാഞ്ഞുപോകാൻ. BC 6000-ഓടെ അനറ്റോളിയയിലെയും മെസപ്പൊട്ടേമിയയിലെയും ആളുകൾ ആദ്യമായി കണ്ണാടികൾ നിർമ്മിച്ചു. അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്നുണ്ടാകുന്ന ഒബ്സീഡിയൻ എന്ന കല്ല് മിനുക്കിയെടുത്താണ് അവയുണ്ടാക്കിയത്. പ്രതിബിംബം അല്പം മങ്ങിയതും ഇരുണ്ടതുമായിരുന്നുവെങ്കിലും അന്നതൊരു മാന്ത്രിക വസ്തുവായിരുന്നു. പിന്നീട് വന്ന സംസ്കാരങ്ങൾ ഈ ആശയത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി. ഈജിപ്ത്, മെസപ്പൊട്ടേമിയ, ഇന്ത്യ, ചൈന എന്നിവിടങ്ങളിൽ ചെമ്പും ബ്രോൺസ് മിനുക്കി കണ്ണാടികളുണ്ടാക്കി. ഇവ വെളിച്ചത്തെ മൃദുവായി പ്രതിഫലിപ്പിച്ചു. മനോഹരമായ പിടികളും അലങ്കാരപ്പണികളുമുള്ള ഇവ അക്കാലത്ത് വലിയൊരു ആഡംബരമായിരുന്നു. ചിലർക്കിത് പവിത്രമായൊരു വസ്തു കൂടിയായിരുന്നു. 1-ാം നൂറ്റാണ്ടോടെ റോമാക്കാർ ഇതിൽ വലിയൊരു മാറ്റം വരുത്തി. അവർ ഗ്ലാസ് ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്തുകയും അതിന്റെ പുറകിൽ ഈയം പൂശുകയും ചെയ്തു. പ്രതിബിംബം അത്ര കൃത്യമായിരുന്നില്ലെങ്കിലും അതൊരു വലിയ തുടക്കമായിരുന്നു. പിന്നീട് കുറേക്കാലം പുരോഗതി കുറവായിരുന്നു. മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ കണ്ണാടികൾ വളരെ അപൂർവമായിരുന്നു. മിക്ക ആളുകളും തങ്ങളുടെ ജീവിതകാലം മുഴുവൻ സ്വന്തം മുഖമൊന്ന് വ്യക്തമായി കാണാതെയാണ് ജീവിച്ചു തീർത്തിരുന്നത്. 13-ാം നൂറ്റാണ്ടിൽ വെനീസിലെ കരകൗശല വിദഗ്ധർ മെർക്കുറി ഉപയോഗിച്ച് ഉയർന്ന നിലവാരമുള്ള ഗ്ലാസ് കണ്ണാടികൾ നിർമ്മിച്ചതോടെ കഥ മാറി. ഈ വെനീഷ്യൻ മിറേഴ്സ് സ്വർണത്തേക്കാൾ വിലയുള്ള നിധികളായാണ് അന്ന് കണക്കാക്കപ്പെട്ടിരുന്നത്. ഇത് നിർമ്മിക്കുന്ന രഹസ്യം നൂറ്റാണ്ടുകളോളം അവർ രഹസ്യമായി സൂക്ഷിച്ചു. 17-18 നൂറ്റാണ്ടുകളോടെ കണ്ണാടി നിർമ്മാണം യൂറോപ്പിലാകെ പടർന്നു. കൊട്ടാരങ്ങളിൽ നിന്ന് വീടുകളിലേക്ക് കണ്ണാടികൾ എത്തിത്തുടങ്ങി. ചരിത്രത്തിൽ ആദ്യമായി സാധാരണ മനുഷ്യർക്ക് സ്വന്തം രൂപം കൃത്യമായി കാണാൻ കഴിഞ്ഞു. ഇത് മനുഷ്യരുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റം വരുത്തി. ഫാഷൻ, ഒരുങ്ങാനുള്ള താൽപ്പര്യം, സ്വന്തം രൂപം കാണാനുള്ള ആകാംക്ഷ എന്നിവയൊക്കെ ഇതിലൂടെ വളർന്നു. 19-ാം നൂറ്റാണ്ടിൽ കെമിസ്ട്രിയിലുണ്ടായ പുരോഗതി കാരണം കണ്ണാടി നിർമ്മാണത്തിന് മെർക്കുറിക്ക് പകരം വെള്ളി ഉപയോഗിച്ചു തുടങ്ങി. അതോടെ കണ്ണാടികൾക്ക് വില കുറയുകയും എല്ലാവർക്കും അത് പ്രാപ്യമാവുകയും ചെയ്തു. ഇന്ന് കണ്ണാടിയില്ലാത്ത ഒരിടവുമില്ല. ബാത്റൂമിലും കാറിലും ഫോണിലും ലിഫ്റ്റിലുമെല്ലാം കണ്ണാടികളുണ്ട്. നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കാറുപോലുമില്ല. പക്ഷേ ഒരു കണ്ണാടി എന്നത് വെറുമൊരു ചില്ലല്ല. അത് മനുഷ്യനെ തന്നെത്താനെ കാണാൻ പഠിപ്പിച്ച ഒരു ഉപകരണമാണ്. ആ മാറ്റം ചെറുതല്ല. കൂടുതൽ അറിവുകൾക്കായി ചാനൽ ഫോളോ ചെയ്യൂ.